ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് 3 ഫ്ലേവറിലുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നത് ചോക്കോ സേമിയ പായസം, മറ്റത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളൊരു പായസം, പിന്നെ ഒരു കുഞ്ഞു സേമിയ പായസം കൂടെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സാധാരണ സേമിയ അല്ല, ഒരു തിന്നായിട്ടുള്ള സേമിയ വെച്ചിട്ടുള്ളൊരു പായസമാണിത്. അപ്പോൾ മൂന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പായസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണനാളുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ സേമിയ ഇട്ടിട്ട് വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ. ഇത് നാട്ടിലും എല്ലാവർക്കും കിട്ടുന്ന സേമിയ തന്നെയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നെയ്യിൽ വറുത്ത സേമിയ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ് പായസത്തിന്. ചിലർ വറുക്കാണ്ട് ചെയ്യാറുണ്ട്, അപ്പോൾ വറുത്ത് ചെയ്യുന്നതാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കരിയാതെ തന്നെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു 120 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ അതിലേക്കുള്ള അളവുകളാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ. ഇനി ഇത് വറുത്ത ഈ സേമിയയിലേക്ക് നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പായസത്തിലേക്ക് ഞാനൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. പാൽ മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. സേമിയ പായസം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. നമുക്ക് പായസങ്ങളിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പായസമാണ് ഈ സേമിയ പായസം. അപ്പോൾ പായസം തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ സേമിയ പൊങ്ങി വരുന്ന സമയത്ത് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇനി മധുരം കുറക്കണം എന്നുണ്ടെങ്കിൽ 1.25 കപ്പ് ചേർത്താൽ മതി നിങ്ങൾ. അപ്പോൾ ഞാൻ 1.5 കപ്പ് ചേർത്തിട്ടുണ്ട്. പായസം ആകുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പായസം ചെയ്യുമ്പോഴാണെങ്കിൽ മധുരത്തിൻ്റെ കൂടെ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇളക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കരിഞ്ഞു പോയാൽ പിന്നെ പായസത്തിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. എപ്പോൾ പായസം ചെയ്യുകയാണെങ്കിലും മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് വേവും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനിത് ഏലക്കയും പഞ്ചസാരയും കൂടിയും പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ കുറക്കണം എന്നുണ്ടെങ്കിൽ അത്രയും കുറക്കുക, കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് പായസം എടുത്ത് വെക്കുന്നുണ്ട്. ബാക്കി പായസത്തിലേക്കാണ് നമ്മൾ ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുടിക്കേണ്ടവർക്ക് ഇങ്ങനെ കുടിക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ലയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ന്യൂട്ടല്ല ഇല്ല എന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കുക. അത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്താൽ മതി. ഞാനിപ്പോൾ ന്യൂട്ടല്ല ഉള്ളത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല ചേർത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അളവൊക്കെ കൂട്ടി കൊടുക്കട്ടോ. കൂടുതൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങൾ അത്രയും ചേർക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ മധുരം കുറച്ച് കുറക്കുക കേട്ടോ. ന്യൂട്ടല്ലയിൽ ഓൾറെഡി മധുരം ഉള്ളതാണ്, അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി കൊക്കോ പൗഡർ ആണെങ്കിൽ മധുരം കുറക്കേണ്ട ആവശ്യമില്ല. കൊക്കോ പൗഡറിന് മധുരം ഇല്ലല്ലോ, ന്യൂട്ടല്ലക്കാണ് മധുരം ഉള്ളത്.
അപ്പോൾ നമ്മുടെ ചോക്കോ സേമിയ പായസം കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ. ഈ ചോക്ലേറ്റ് മിക്സ് ചെയ്ത ഈ പായസം കുടിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കുടിച്ച് നോക്കുക. ഇനി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഈന്തപ്പഴം കുരും തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ളതാണ്. ഒരു 20 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം കേട്ടോ. ഇത് നെയ്യ് കിടന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക. ഇനി ഈന്തപ്പഴം നിങ്ങൾക്ക് കഷ്ണങ്ങളായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ നെയ്യിലൊന്ന് വാട്ടിയതിന് ശേഷം നിങ്ങളൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ മിക്സിയിൽ അരക്കാണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല പേസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ ഈന്തപ്പഴം അത്യാവശ്യത്തിനൊക്കെ വെന്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പാലാണ് കേട്ടോ, തേങ്ങാപ്പാലൊന്നുമല്ല. പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി പാലിൽ കിടന്നിട്ട് ഈ ഈന്തപ്പഴം ഒന്ന് വെന്ത് വരണം. ഈന്തപ്പഴം വേവുന്ന സമയത്ത് നമ്മുടെ പാല് അത്യാവശ്യം കുറുകൂട്ടോ, തിളച്ച് വറ്റി വരും. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ പാലൊക്കെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കണില്ല കേട്ടോ. ഈന്തപ്പഴത്തിൻ്റെ മധുരം അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരം മാത്രമാണ്. എന്നാൽ തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ അത്. അപ്പോൾ പഞ്ചസാരൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്കും ഞാൻ 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ടാണ് ഞാൻ ഈ 2 പായസവും റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഹാഫ് നമ്മൾ മറ്റേ പായസത്തിൽ ഒഴിച്ചു, ഹാഫ് ഇതിലേക്കും ഒഴിച്ചിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പായസം കുടിക്കുന്ന സമയത്ത് നമ്മൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത്. ഇനി ഇതിലേക്ക് ബദാം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പായസമാണ് കേട്ടോ അത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണത്. ഇനിയിപ്പോൾ നമുക്കിത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഉപ്പിടാൻ ആദ്യം ഒന്ന് മറന്നു പോയതാട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. ആദ്യം കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുക. ഞാനിപ്പോൾ എല്ലാം ഒന്നിച്ചാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ ചെയ്യാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് പായസത്തിൻ്റെ കൂടെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ബദാം പിസ്തയൊക്കെ ചേർക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കൊടുന്ന് വെച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതും കൂടെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ 3 പായസം ഇവിടെ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസങ്ങളാണ് ഇത് 3 കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.